ഏലപ്പാറ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം അതീവ ഗുരുതരമാകുന്നു. രാപ്പകലില്ലാതെ നായ്ക്കൾ കൂട്ടത്തോടെ തെരുവുകളിൽ വിഹരിക്കുന്നത് മൂലം ജനങ്ങൾക്ക് സമാധാനത്തോടെ നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. വിനോദസഞ്ചാരികളും നാട്ടുകാരും ഒരുപോലെ ഭയന്നാണ് ഇപ്പോൾ ഏലപ്പാറ ടൗണിലൂടെ സഞ്ചരിക്കുന്നത്. ടൗണിന് പുറമെ പഞ്ചായത്തിലെ ജനവാസ മേഖലകളിലെല്ലാം നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നായ്ക്കൾ താവളമാക്കിയിരിക്കുന്നത് മാർക്കറ്റ് റോഡിലാണ്. അടഞ്ഞുകിടക്കുന്ന കടകളുടെ വരാന്തകളും മാർക്കറ്റിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്ലാസ്റ്റിക് തിരിക്കൽ കേന്ദ്രത്തിന് സമീപവുമാണ് ഇവ പ്രധാനമായും തങ്ങുന്നത്. കുട്ടികളുടെ യാത്ര ജീവൻ പണയം വെച്ച് മാർക്കറ്റ് റോഡ് വഴിയാണ് ഭൂരിഭാഗം കുട്ടികളും സ്കൂളുകളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. മുൻപ് പലതവണ നായ്ക്കൾ കുട്ടികളെയും കാൽനട യാത്രക്കാരെയും ഓടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ജീവൻ പണയം വെച്ചാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ടൗണിലൂടെയും മാർക്കറ്റിലൂടെയും കടന്നു പോകുന്നത്. കാൽനട യാത്രക്കാർക്ക് പുറമെ ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഇവ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണം. മുൻപ് നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം പരാജയമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തെരുവിൽ കാണുന്ന നായ്ക്കൂട്ടങ്ങൾ. വന്ധീകരണ ജോലികൾ ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ അവർ അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഏലപ്പാറ പരിസരവും പ്രദേശങ്ങളുമായിട്ട് ഏലപ്പാറ ടൗണും ഈ തെരുവുനായകളുടെ ഭയങ്കരമായ ശല്യമാണ്. വണ്ടിക്കാർക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കുട്ടികൾ സ്കൂൾ കുട്ടികൾ വരുന്നു, അവരെ ഓടിച്ചിട്ട് കളിക്കുന്നു. അതുപോലെ പല പല വിഷയങ്ങളാണ്. ലക്ഷം വീട് ഭാഗത്തൊക്കെ ഇതിൻ്റെ മാത്രമാണ് പെറ്റുപെരുകി അങ്ങനെ കിടക്കുകയാണ്. ഒരു 7 മണിയൊക്കെ ആയി കഴിയുവാണെങ്കിൽ ലക്ഷം വീടൊക്കെ നടന്നു പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ ആഴ്ച പോയി ഒത്തിരി പേരെ ഇട്ടുകൊണ്ട് ഓടിച്ചു. അതുപോലെ ഈ ടൗണുകളിൽ ഒരു 5 മണി കഴിയുവാണ് ഇതിങ്ങനെ കൂട്ടം കൂടിയാണ് വരുന്നത്. ബൈക്കുകാർ വരുമ്പോഴും മറ്റുള്ള വണ്ടിക്കാർ വരുമ്പോഴും ഇതിങ്ങനെ കുറുകെ ചാടി ആൾക്കാരിനിട്ട് ഓടിക്കുകയാണ്. ഈ പല പല ദിവസങ്ങൾ ഈ പട്ടികളിട്ട് ഓടിച്ച ആൾക്കാർ ബൈക്കുകാർ ഈ ടൗണിൽ തന്നെ വീണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ അതിനൊരു മുൻകൈ എടുത്തുകൊണ്ട് ഈ പട്ടികളെ എന്തെങ്കിലും ചെയ്ത് ഈ ടൗണിൽ നിന്നും ഈ പരിസര പ്രദേശത്തു നിന്ന് ഇതിനെ മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതിനാൽ അധികൃതർ എത്രയും വേഗം ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.